ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ ആൾക്കാരും നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡും അഫർമേഷൻസൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു കേട്ടോ. നിങ്ങൾ ഒരിക്കലും ലേറ്റ് ആവരുത്. ഒന്നും നാളെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും നീണ്ടു പോകത്തേ ഉള്ളൂ. നമുക്ക് ഇപ്പോൾ തോന്നുകയാണെന്നുണ്ടെങ്കിൽ, നമുക്കൊരു ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ ഈ നിമിഷം അത് ചെയ്ത് തുടങ്ങുക. ഒന്നും നാളത്തേക്ക് മാറ്റി വെക്കേണ്ട കാര്യമില്ല. നമ്മൾ നാളത്തേക്ക് മാറ്റി വെക്കുന്നതോറും വീണ്ടും അത് മാറിപ്പോവാനുള്ള സാധ്യത നമ്മളായിട്ട് വരുത്തി വെക്കുകയാണ് അല്ലേ. അത് നമ്മൾ നാളെ എന്ന് വെച്ചാൽ നീളെ എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ. അതങ്ങനെ തന്നെയാണ്. നമ്മൾ നാളെ എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ, നാളെ ചെയ്യാമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ വീണ്ടും നീണ്ടു പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ചെയ്തു തുടങ്ങുക. നമുക്ക് ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാ കാര്യങ്ങളും ഇന്ന് തന്നെ ചെയ്തു തുടങ്ങുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, പലരും ഡിസ്റ്റർബ്ഡ് ആവും. നമ്മുടെ ലൈഫിൽ നിന്ന് പലർക്കും റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഒരുപാടുള്ള ആൾക്കാരുണ്ട് അല്ലേ. ചില ആൾക്കാർക്ക് എന്തെങ്കിലും വിശ്വാസപരമായിട്ട് ചീറ്റ് ചെയ്യപ്പെട്ട ആൾക്കാർ, അല്ലെങ്കിൽ ഒരുപാട് സ്നേഹിച്ചിട്ട് അവർ ഒരുപാട് ചതിച്ചിട്ട് ലൈഫിൽ നിന്ന് പോയ സംഭവങ്ങൾ, ഡിവോഴ്സ്ഡ് ആയിട്ടുള്ളവർ. എനിക്കൊരു ക്വസ്റ്റ്യൻ, ഡിവോഴ്സ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെ റിക്കവർ ചെയ്യാം എന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങാം, പക്ഷേ ഇപ്പോൾ എനിക്ക് ഇച്ചിരി ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ബ്രേക്കായിട്ട് വന്ന ഒരു വ്യക്തി എന്ന് തന്നെ വിചാരിക്കാം. അതിൽ ഉൾപ്പെടുന്നതാണല്ലോ ഈ ഡിവോഴ്സും ബ്രേക്കപ്സും എല്ലാം. അപ്പോൾ പിന്നെ അതിലും കുറേ ഇത് കൂടും, ഇൻറ്റൻസിറ്റി കൂടും, പെയിൻ്റെ ഇൻറ്റൻസിറ്റി കൂടും ഡിവോഴ്സ് എന്നൊക്കെ പറയുമ്പോൾ. അതിൽ മക്കളുണ്ടാവാം, അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അതിലുണ്ട് അല്ലേ. അപ്പം സിംഗിൾ പേരൻ്റ് എന്നുള്ളൊരു രീതിയിലേക്ക് ആവുകയാണ് ഡിവോഴ്സ് കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ അത് എല്ലാം കൊണ്ടും ഇൻഡിപെൻഡൻ്റ് ആണോ അല്ലേ, ഫിനാൻഷ്യലി. അതായിരിക്കും ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ ആ സമയത്ത് ഒരു ഡിവോഴ്സായിട്ട് ഉള്ള ഒരു സ്ത്രീയുടെ കൂടെ ചിലപ്പോൾ ആ സമയത്ത് എല്ലാവരും കാണും, വീട്ടിൽ സ്വന്തം പേരൻസും ചിലപ്പോൾ ആ സമയത്ത് കൂടെ കാണും. പക്ഷേ കുറേ കഴിയുമ്പോഴത്തേനും, ഒരു പരിധി കഴിയുമ്പോൾ ഡിവോഴ്സായിട്ട് വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ കൂടെ നിന്ന ആൾക്കാർ തന്നെ, അല്ലെങ്കിൽ പേരൻസ് തന്നെ ആരെങ്കിലുമൊക്കെ കുറ്റപ്പെടുത്തുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതെന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്നറിയോ, നമ്മൾ ഒരാളിലും അങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് അധികം നാൾ നിൽക്കരുത്. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ പോകണ്ട. നമുക്ക് പറ്റും, നമുക്ക് ഒരു സ്ട്രെങ്ത് ദൈവം നന്നായിട്ട് തന്നിട്ടുണ്ട്. ആ സ്ട്രെങ്ത്തിനെ നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും വേണ്ടത്. നമ്മൾ പലപ്പോഴും തളർന്നിരുന്ന് പോകുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ആയി പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയോ, നമുക്കൊരു സ്ട്രെങ്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ഉള്ളിൽ നമുക്കൊരു ഇന്നർ സ്ട്രെങ്ത് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ടാണ് നമ്മുടെ ലൈഫ് പലപ്പോഴും ഫെയിലിയറായി പോകുന്നത്. ഇപ്പോൾ ഡിവോഴ്സ് ആണെന്നുണ്ടെങ്കിലും ബ്രേക്കപ്സ് ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ വന്ന ഒരാളാണെന്നിരിക്കട്ടെ, എല്ലാവർക്കും ഈ ലൈഫിൽ സ്ട്രഗിൾ ഉണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ പലതും പല രീതിയിലാണെന്നേ ഉള്ളതേ ഉള്ളൂ. ഓക്കെ, ഓരോരുത്തരോട് ചോദിച്ചാൽ പറയും, അയ്യോ അതൊന്നുമല്ല, എൻ്റെ പ്രശ്നമാണ് ഏറ്റവും വലുതെന്ന്. ഓരോരുത്തരുടെ രീതി ഓരോന്നാണ്. അപ്പം നമുക്ക് മറ്റുള്ളവർ ചില പ്രശ്നങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഒന്നും അല്ല എന്ന് ഫീൽ ചെയ്യും. അത്രയും പ്രശ്നങ്ങളാണ് ഓരോരുത്തരുടെ ലൈഫിൽ, പല രീതിയിൽ. നമ്മളിപ്പോൾ എപ്പോഴും ചെയ്യേണ്ടത്, നമ്മുടെ ഉള്ളിലൊരു പവറുണ്ട്, എല്ലാവർക്കും ഉണ്ട്, എല്ലാവരും ഭയങ്കര സ്ട്രോങ് ആണ്. പക്ഷേ പല പ്രശ്നങ്ങളൊക്കെ കാരണം ആരും ഈ ഒരു സ്ട്രെങ്തിനെ മനസ്സിലാക്കാതെ പോകുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് മറ്റുള്ളവരിൽ അധികം അങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കരുത്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമുക്ക് പലപ്പോഴും ഓരോ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ എനിക്ക് കിട്ടണം, നമുക്ക് ഭയങ്കര ആഗ്രഹമാണല്ലേ. അപ്പോൾ നമ്മൾ കിട്ടണം എന്ന് വിചാരിക്കുന്നതിലുപരി, പിന്നെ ചില ആൾക്കാരുണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കും, പക്ഷേ ഇങ്ങനെ കിട്ടുമോ, അത് നടക്കുമോ, വീട് വെക്കാൻ ആഗ്രഹമുണ്ട്, നടക്കുമോ, കാരണം കയ്യിലൊന്നുമില്ല, ഇങ്ങനെ ഓരോ ചിന്തകളായിരിക്കും. എൻ്റെ കാര്യത്തിലാണെങ്കിലും എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു പീരീഡ് ഓഫ് ടൈമിൽ എൻ്റെ മെൻ്റലി എനിക്ക് ഒരുപാട് ടെൻഷൻസും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഹെവി ആയിട്ട് വളരെയധികം ബുദ്ധിമുട്ടിയ, ടെൻഷൻ അടുപ്പിച്ച ഒരു സാഹചര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് എൻ്റെ മെൻ്റലി ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും, അല്ലെങ്കിൽ എന്നെ കുറിച്ചിട്ട് കുറേ ഗോൾസ്, ഇതൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ലേറ്റായി. ബിക്കോസ് എന്തുകൊണ്ടാണ്, ഞാൻ ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിച്ചിരുന്നത് കൊണ്ടാണ്. ഒന്നിലും കോൺഫിഡൻസ് ഇല്ലാതെ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുപാടും അങ്ങനെയാണ്, നമ്മുടെ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. വേണ്ടപ്പെട്ടവരിൽ നിന്ന് നമുക്ക് ഹേർട്ട് ഫീലിങ്സ് ഉണ്ടാകുമ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി ഡൗൺ ആവും. പക്ഷേ നമ്മൾ അത് തന്നെ ചിന്തിച്ചിരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു നെഗറ്റിവിറ്റി കണ്ടിന്യൂ ചെയ്ത് പോയിട്ട് നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യങ്ങളും കിട്ടാതാവുന്നത് എങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതായത് നമ്മളൊരു നെഗറ്റീവ് കാര്യം ഇങ്ങനെ ചിന്തിക്കും. അതായത് ഇപ്പം നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി നമ്മളെ വിളിക്കുന്നില്ല, മിണ്ടുന്നില്ല. അപ്പം നമ്മുടെ ചിന്ത ആ വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കും.
ചിന്തിച്ച് പിന്നെ അവർ നമ്മളോട് നേരത്തെ സംസാരിച്ചത് അല്ലെങ്കിൽ അവരോട് നമ്മൾ പറഞ്ഞ വാക്കുകൾ നമ്മളെ അവർ പറഞ്ഞ അല്ലെങ്കിൽ ഹേർട്ട് ചെയ്ത കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ അതിൽ ഓരോ ഇൻസിഡൻസ് ഇങ്ങനെ ചിന്തിച്ച് കൂട്ടും. അപ്പം ഒന്ന് കൂടുന്നതിൻ്റെ കൂടെ അടുത്ത ചിന്തകൾ ഇങ്ങനെ കൂടി വന്നിട്ട് അത് വലിയൊരു സംഭവമാവും. അപ്പോൾ ഈ ചിന്തകൾ കൂടുവാണ്. അപ്പം നമ്മളിത് കൂടും തോറും അത് എന്താ നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണ് അല്ലേ, വിഷമിപ്പിക്കുന്ന ചിന്തകളാണ്. ആ ഒരു വ്യക്തി നമ്മളിൽ നിന്ന് അടർന്നു പോയ കാര്യങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അല്ലാതെ ഹാപ്പി മൊമെൻറ്റ്സും വരും, പക്ഷെ ആ ഒരു സമയത്ത് ഹാപ്പി മൊമെൻറ്റ്സ് പോലും ഓർക്കുമ്പം വിഷമമായിരിക്കും വരുന്നത്. അങ്ങനെ കംപ്ലീറ്റ്ലി നെഗറ്റീവ് അടിച്ച് ഇരിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളുടെ ആ ഒരു വൈബ്രേഷൻ, മെൻ്റൽ വൈബ്രേഷൻ വളരെ ലോ ആയിരിക്കും. നമ്മൾ ഈ ചിന്തകളിലൂടെ വീണ്ടും പോകുമ്പം ലോവസ്റ്റിലേക്ക് വരും. ഓക്കെ, നമുക്കപ്പോഴാണ് ഓരോ ഹെൽത്ത് ഇഷ്യൂസ് വരെ ഉണ്ടാകുന്നത്. അതായത് നമുക്ക് തലവേദന വരും, ഉറക്കമില്ലായ്മ വരും, ഈവൻ വൊമിറ്റിങ് വരും. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളിലേക്കും ഈ ഒരു മെൻ്റൽ ടെൻഷൻസ് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ഹെൽത്ത് ഇഷ്യൂസ് വരെ ഉണ്ടാകാൻ കാരണം നമ്മൾ ഈ ചിന്തകൾ, വേണ്ടാത്ത ചിന്തകൾ കൂടി വരുന്നതുകൊണ്ട് നമുക്ക് ഏറ്റവും ചെയ്യാവുന്ന മെത്തേഡ്, ഈ ചിന്തകൾ ഇങ്ങനെ വരുമ്പോൾ തന്നെ ആദ്യമേ നമ്മൾ ആ ചിന്തകളെ എടുത്ത് മാറ്റുക എന്നുള്ളതാണ്. നമുക്കതിന് പറ്റണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ മെഡിറ്റേഷൻ. അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്, ഒന്നും നടക്കത്തില്ല അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. നമ്മൾ അതിന് പറ്റുന്നിടത്താണ് നമ്മളുടെ ഒരു സക്സസ് ഇരിക്കുന്നത്. നമുക്ക് ആദ്യമേ ഇങ്ങനെ ഒരു നെഗറ്റീവ് തോട്ട്സ് വരുമ്പം ക്യാൻസൽ എന്ന് പറഞ്ഞാൽ, ആ ക്യാൻസൽ എന്ന് പറയുമ്പം നമുക്കത് ആ ചിന്ത, ആ നെഗറ്റീവ് തോട്ട് നമ്മളിൽ നിന്ന് മാറിപ്പോകണം. അങ്ങനെ മാറ്റി കളയാനായിട്ട് നമ്മൾ കേപ്പബിൾ ആയിരിക്കണം. അത് നമ്മളെക്കൊണ്ട് പറ്റും. അതിനാണ് ഈ ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത്, അഫർമേഷൻസ് എഴുതുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആ ഒരു കേപ്പബിലിറ്റി നമ്മളിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഓക്കെ, നമുക്കത് സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ സക്സസ് ആയി എന്നുള്ളത് തന്നെയാണ് അർത്ഥം. അപ്പോൾ നമ്മൾ ആദ്യമേ ചുമ്മാ അങ്ങ് പറഞ്ഞേക്കുക. ഇപ്പോൾ എന്തെങ്കിലും ഒരു ചിന്തകൾ, ഒരു ഫ്രണ്ട് നിങ്ങളിൽ നിന്ന് പിണങ്ങിപ്പോയി, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ബ്രേക്കപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഫാമിലി ഇഷ്യൂസ്, അല്ല എന്തെങ്കിലും ഒരു ഇഷ്യൂ നിങ്ങളെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ചിന്തയെല്ലാം ഇങ്ങനെ മനസ്സിലേക്ക് വന്നു. അത് വരുമ്പോഴേ ക്യാൻസൽ നിങ്ങൾ പറഞ്ഞേക്കുക. ആദ്യമേ ചിലപ്പോൾ നിങ്ങൾക്കത് പറയുമ്പം ഒരു എഫക്റ്റീവായിട്ടും തോന്നില്ലായിരിക്കും. ഇറ്റ്സ് ഓക്കെ, പറഞ്ഞോ, എന്നാലും കണ്ടിന്യൂ ചെയ്ത് പറയുക. ആൻഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു ചില വ്യക്തികളെ ഉണ്ടല്ലോ നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റുന്നത് ചില നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും. കാരണം ആ വ്യക്തി ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് നല്ലതായിരിക്കത്തില്ല വരുന്നത്. ആ ഒരു റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ എന്തെങ്കിലും മോശം കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് ദൈവം അല്ലെങ്കിൽ യൂണിവേഴ്സ് നമ്മളെ അത് അകറ്റി വിടുന്നതായിരിക്കും. ചിലപ്പോൾ ആ ഒരു വ്യക്തി പോലും നമുക്ക് നല്ലതായിരിക്കില്ല വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഒരു ഡിസ്റ്റൻസിൻ്റെ ആവശ്യമുണ്ട് എന്ന് യൂണിവേഴ്സ് കാണിച്ചു തരുന്നതാണ്. അങ്ങനെ കാണുക. അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പം നമ്മൾ എപ്പോഴും ഇങ്ങനെ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് അല്ല അറ്റാച്ച്ഡ് ആയിട്ടിരിക്കാൻ ഒരിക്കലും സാധിക്കില്ല. അങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഉറപ്പായിട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഒരു സ്മോൾ ഡിസ്റ്റൻസ് ഏതൊരു ബന്ധത്തിലും ഇടുന്നത് ഭയങ്കര നല്ലതാണ്. നമുക്ക് എന്തും പറയാനുള്ളൊരു ഫ്രീഡം അവിടെ ഉണ്ടായിരിക്കണം. അല്ലാതെ ഭയങ്കരമായിട്ട് അറ്റാച്ച് ആയിട്ടിരുന്നിട്ട് ഒരു നോ പോലും പറയാൻ പറ്റാത്ത ഒരു കാര്യം ആ ഒരു ബന്ധത്തിലുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാൻ പറ്റണം. ഏത് ബന്ധത്തിലാണെന്നുണ്ടെങ്കിലും അതിപ്പോൾ ഓപ്പോസിറ്റുള്ള ആൾ സമ്മതിക്കുന്നില്ല, എന്നോട് ഇങ്ങനെ പറയുന്നത് എനിക്കിഷ്ടമല്ല എന്ന് പറയുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഒരിടത്തും ഒരു നല്ലൊരു ബന്ധം ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ചില ആളുകളുണ്ട് ഒരു പേഴ്സൻ്റെ അടുത്ത് മാത്രമേ അയാളുടെ എല്ലാ ബോറൻ സ്വഭാവങ്ങളും കാണിക്കുകയുള്ളൂ. ചില ആണുങ്ങളുണ്ട് അവരുടെ കുടുംബത്തിൽ ഭാര്യയോട് അല്ലെങ്കിൽ മക്കളോടൊക്കെ ആയിരിക്കും ഏറ്റവും മോശം സ്വഭാവം കാണിക്കുന്നത്. ചിലവരുണ്ട് മക്കളുടെ അടുത്ത് ഒന്നും പറയില്ല, പെൺമക്കളുടെ അടുത്ത് ഏറ്റവും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ആ ഒരു രീതിയിൽ സംസാരിക്കുക. അങ്ങനെ പല രീതിയിലുള്ള ഇതുണ്ട്. അപ്പം ഇവിടെ ഇത് മതി എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെയല്ല, നമ്മൾ ആരായാലും അവിടെ റെസ്പെക്റ്റ് വേണം എന്നുള്ളതാണ്. നമ്മൾ അമ്മ മക്കളാണെങ്കിൽ, അച്ഛൻ മക്കളാണെങ്കിൽ, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അവിടെ എല്ലാവർക്കും അവരവരുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ടുള്ള ഒരു ഫ്രീഡം കൊടുക്കണം. പേടിപ്പിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവിടെ സ്നേഹമൊന്നും ഉണ്ടാവില്ല. ബഹുമാനം വേണം, വായി തോന്നുന്നത് വിളിച്ച് പറയണം എന്നല്ല, നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ നല്ല രീതിയിൽ പറയാനുള്ള ഒരു ഫ്രീഡം അത് ഉണ്ടായിരിക്കണം. അവിടെ തന്നെയാണ് നല്ലൊരു ബന്ധം ഉണ്ടാവുക. അല്ലാതെ ഒരു കാര്യവും പറയാൻ പറ്റാതെ പേടിച്ച് നിർത്തുന്നത് ഒരിക്കലും ശരിക്കും പ്രോപ്പറായിട്ടുള്ളൊരു നല്ല രീതിയിൽ ഒരു ബന്ധം അവിടെ ഉണ്ടാവത്തേ ഇല്ല. പേടി ഒരിക്കലും നല്ല ഒരു കോട്ടല്ല ഇങ്ങനെ പറയും. അതായത് പേടിപ്പിച്ചിട്ടുള്ളത് ഒരിക്കലും അവിടെ സ്നേഹമല്ല. പേടി മൂലം ഒരിക്കലും സ്നേഹം ഉണ്ടാവില്ല. പേടിയുള്ളിടത്ത് സ്നേഹം ഉണ്ടാവില്ല. അങ്ങനെ പേടിയുള്ളിടത്ത് സ്നേഹം ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഓർമ്മിക്കുക, ബന്ധങ്ങൾ എപ്പോഴും ചെറിയൊരകലം നല്ലതാണ് എന്നുള്ളത് എപ്പോഴും ആലോചിക്കുക. പിന്നെ ഓരോ ബന്ധങ്ങളിൽ നിന്ന് ഞാൻ പറഞ്ഞതുപോലെ ഡിവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് റിക്കവർ ആവുന്നത് നമ്മൾ എപ്പോഴും അവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കണം. നിങ്ങളിപ്പോൾ ബ്രേക്കപ്പ് കഴിഞ്ഞ് വന്നതായിരിക്കും, ഡിവേഴ്സ്ഡ് ആയിരിക്കും, പക്ഷേ നിങ്ങൾക്ക് ഒരു ഇൻഡിപെൻഡൻ്റ് ആവാനുള്ള ഒരു വഴി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്.
അല്ലാതെ എപ്പോഴും മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിന്നിട്ടുണ്ടെങ്കിൽ അതെപ്പോഴും ആദ്യമൊന്നും കുഴപ്പം കാണത്തില്ല. നമ്മൾ ഇമോഷണലി ആണെന്നുണ്ടെങ്കിലും എന്ത് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് ഒരാളെ അങ്ങ് ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത് വഴി, ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു വീഡിയോയിൽ, അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത് വഴി നമ്മൾ അതിൽ നിന്നും അതൊരു ഫ്യൂവലായി കണ്ടിട്ട് നമ്മൾ അതിൽ നിന്ന് ഗ്രോ ചെയ്ത് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവണം. ആൻഡ് നമ്മൾ ഫൈനലി സ്ട്രോങ് ആവണം. അല്ലാതെ ജീവിതകാലം മുഴുവൻ അവരെ തന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് പോലും ചിലപ്പോൾ ബോറടിക്കും. അവർ ചിന്തിക്കും ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും അല്ലെങ്കിൽ ഇവൾ എന്തുകൊണ്ടാണ് ബോൾഡ് ആവാത്തതെന്ന് ആരായാലും ചിന്തിക്കും. സോ നമ്മൾ ഓരോ ഏജ് കൂടുന്തോറും, ഓരോ വർഷം കൂടുന്തോറും നമ്മുടെ എല്ലാ ഏരിയാസും നമ്മൾ ക്ലിയർ ചെയ്ത് കൊണ്ടുപോകണം. നമ്മുടെ എല്ലാ ഏരിയാസിലും നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവണം. ഈച്ച് ഡേ, ഓരോ ദിവസവും നമ്മൾ എന്തെങ്കിലും നമ്മുടെ ഗ്രോത്തിനായിട്ട്, നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിനായിട്ട് എന്തെങ്കിലും ഒരു സ്റ്റെപ്പെങ്കിലും ചെയ്യണം. ഒരു സ്റ്റെപ്പെങ്കിലും ചെയ്തിരിക്കണം. ഈവൻ അതൊരു അഫർമേഷൻ്റെ രൂപത്തിലാണെങ്കിൽ, അതൊരു ഗോൾ ലിസ്റ്റിൻ്റെ രൂപത്തിലാണെങ്കിൽ, മെഡിറ്റേഷൻ്റെ രൂപത്തിലാണെങ്കിൽ, ഗ്രാറ്റിറ്റ്യൂഡ് വോക്കിൻ്റെ രൂപത്തിലാണെങ്കിൽ, ജേർണൽസ് എഴുതുന്നതിൻ്റെ രൂപത്തിലാണെങ്കിൽ, എന്ത് രൂപത്തിലാണെന്നുണ്ടെങ്കിലും എവറി ഡേ നമുക്ക് ഒരു സ്മോൾ പോയിൻ്റ് എങ്കിലും നമ്മളുടെ പേഴ്സണൽ ഗ്രോത്തിനായിട്ട് നമ്മൾ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ അങ്ങ് അടിപൊളിയാകത്തുള്ളൂ. നമുക്ക് ഇങ്ങനെ അങ്ങ് വെറുതെ പോയാൽ പോരല്ലോ. നമ്മുടെ ഫ്യൂച്ചർ എപ്പോഴും ബെറ്റർ ആയിരിക്കണം. ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. നമ്മുടെ കരിയറുണ്ട്, ഹെൽത്ത്, മൈൻഡ്, നമുക്ക് ഫിനാൻഷ്യലി ഫിറ്റായിരിക്കണം, ഹെൽത്ത്, നമ്മുടെ സ്കിന്ന്, എല്ലാം. ഇത് ഫ്യൂച്ചർ എന്ന് പറയുന്നതിൽ ഇതെല്ലാം ഉണ്ട്. നമ്മുടെ സ്കിൻ തൊട്ട് എല്ലാ കാര്യങ്ങളും, ഹെയർ, അങ്ങനെയുള്ള എല്ലാ ഹെൽത്ത്, എല്ലാം ബെറ്റർ ആയിട്ടിരിക്കണം. അപ്പം നമ്മളെ നന്നായിട്ട് കെയർ ചെയ്ത് കൊണ്ടുപോവുക. സെൽഫ് ലവ് എന്ന് പറയുന്നത് സെൽഫിഷ്നെസ് ഒന്നുമല്ല. നമ്മളെ കെയർ ചെയ്യുന്നത് അങ്ങനെയാണ് സെൽഫിഷ്നെസ് ആവുന്നത്. മറ്റുള്ളവരെ ഒന്നും നോക്കാതെ, ഒരാൾക്കൊന്നും കൊടുക്കാതെ, ഒരാളെയും സ്നേഹിക്കാതെ വേറൊരു ക്യാരക്ടറിൽ പോകുന്നതാണ് ഈ സെൽഫിഷ്നെസ് എന്ന് പറയുന്നത്. അല്ലാതെ സെൽഫ് ലവ് ഒരിക്കലും സെൽഫിഷ് ആയിട്ടുള്ള ക്യാരക്ടറല്ല. നിങ്ങൾക്ക് എന്ത് ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, അത് വിഷ് ലിസ്റ്റ് ആക്കി, ഒരു ലിസ്റ്റ് തയ്യാറാക്കി അതിൽ നമുക്ക് എഴുതിയിടാൻ പറ്റും. നമ്മുടെ ആഗ്രഹം എന്തായാലും ആ ഒരു ലിസ്റ്റിൽ എഴുതാം. നമ്മളത് എന്ന് ഞാൻ വായിച്ച് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ വായിച്ച് നോക്കുമ്പോഴല്ല, ഓൾറെഡി എനിക്കത് കിട്ടി എന്നുള്ള രീതിയിൽ ഫീൽ ചെയ്യണം. ഓക്കെ, ചുമ്മാ ചിന്തിച്ചാൽ പോരാ, ആ ഒരു ഫീൽ നന്നായിട്ട് ചെയ്യണം. ഇപ്പോൾ ഞാൻ അതൊക്കെ വീഡിയോയിൽ ഞാൻ ചെറുതായിട്ടൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഡ്രസ്സ് ഭയങ്കരമായിട്ട് നമുക്ക് വാങ്ങിക്കണം എന്ന് ആഗ്രഹമാണ്. നിങ്ങളത് ഓൾറെഡി ഫ്ലിപ്കാർട്ടിലൊക്കെ നിങ്ങൾക്ക് കയറി പർച്ചേസ് ചെയ്യുമ്പം അതിലിഷ്ടപ്പെട്ട സാധനങ്ങൾ കാർട്ടിനകത്താക്കി ഇടാം. പിന്നെ അതിനകത്ത് വിഷ് ലിസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ആ വിഷ് ലിസ്റ്റിലും ആക്കിയിടാം. എന്നിട്ട് ഇടയ്ക്ക് അതൊക്കെ എടുത്തങ്ങ് നോക്കുക. നിങ്ങളത് വാങ്ങിച്ചതായിട്ടും, അപ്പോൾ ഒരു ക്രീമാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്രീം അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്നതായിട്ടും, ഒരു ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ ആ ഡ്രസ്സ് വാങ്ങിച്ചിട്ടിട്ട് അത് ഭയങ്കരമായിട്ട് ബ്യൂട്ടിഫുള്ളി നിങ്ങളത് എൻജോയ് ചെയ്യുന്നതായിട്ടൊക്കെ നിങ്ങളങ്ങ് വിഷ്വലൈസ് ചെയ്യുക. നന്നായിട്ട് ഫീൽ ചെയ്ത് വിഷ്വലൈസ് ചെയ്യുക. ആൻഡ് ഫൈനലി നിങ്ങൾക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും, മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും ഡെഫിനറ്റ്ലി. കാരണം ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ള ആളാണ്. നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ കയറുക, ഫ്ലിപ്കാർട്ടിലോ എന്ത് സ്കിൻ കെയർ പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പർപ്പിളിൽ കയറുക. അതിലൊക്കെ നിങ്ങൾ ഏത് ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിൽ നിന്നാണോ വാങ്ങിക്കുന്നത് ആ ഒരു സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കാർട്ടിനകത്ത് എടുത്തിടുക. കാർട്ടിനകത്ത് എടുത്തിട്ടതിന് ശേഷം നിങ്ങളത് ഡെയിലി എടുത്ത് നോക്കുക. മേ ബി നിങ്ങൾക്ക് ഏത് സമയത്താണോ പറ്റുന്നത്. ഇപ്പോൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ആണെന്നുണ്ടെങ്കിലും, ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ വരെ ഫോൺ നോക്കിയിരിക്കേണ്ട. ഉറങ്ങുന്നതിന് മുന്നേ ആ കാർട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ആ സാധനങ്ങൾ വാങ്ങിച്ചതായിട്ട് ഓരോ ദിവസവും നിങ്ങൾക്ക് ചെയ്യാവുന്ന എക്സസൈസാണ് കേട്ടോ. ആ സാധനങ്ങളൊക്കെ നിങ്ങൾ വാങ്ങിച്ചു എന്നുള്ള രീതിയിൽ ഫീൽ ചെയ്യുക. ഒരു നല്ലൊരു ബ്രീത്ത് എടുത്തതിന് ശേഷം ഫീൽ ചെയ്യുക. ആൻഡ് ആ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുക. നിങ്ങൾ ആ ഒരു ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ അതിട്ടിട്ട് നിങ്ങൾ കണ്ണാടിയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും അതിട്ടുകൊണ്ട് പോകുന്നത്, അതൊക്കെ അങ്ങ് ഫീൽ ചെയ്യുക. ഓക്കെ, ഫൈനലി നിങ്ങൾക്കത് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും ഉറപ്പായിട്ടും. അധിക ദിവസം പോലും എടുക്കത്തില്ല, ഉറപ്പായിട്ടും ഇത് നിങ്ങൾക്ക് നടന്ന് കിട്ടിയിരിക്കും. ഓക്കെ, പിന്നെ അടുത്തത് റിലേഷൻഷിപ്പിൻ്റെ ഇഷ്യൂസാണ് കേട്ടോ. അതായത് റിവേഴ്സായിട്ടുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ വെറുതെ, അല്ലെങ്കിൽ ബ്രേക്കപ്പ് വന്ന ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും വെറുതെ കരഞ്ഞിരുന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് വിഷമങ്ങൾ ഒക്കെ വരും. കാരണം അത് അത്ര ഈസി അല്ല അതിൽ നിന്ന് മൂവ് ഓൺ ആകുക എന്ന് പറയുന്നത്. അപ്പോൾ കരഞ്ഞ് കുറച്ച് ദിവസമൊക്കെ റൂമിലിരുന്ന് കഴിഞ്ഞാലും പിന്നീട് എഴുന്നേറ്റ് നടക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സങ്കടങ്ങളും നമ്മളൊരിക്കലും, നമ്മളിപ്പോൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷേ ഒരിക്കലും നമ്മൾ അവർക്കൊരു ബേർഡനാവാൻ പാടില്ല. നമ്മൾ റിക്കവർ ചെയ്ത് വരണം. കുറച്ച് ദിവസമൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കൗൺസിലിങ്ങിനൊക്കെ പോകാം കേട്ടോ. നിങ്ങൾക്ക് മൈൻഡ് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട്. ഒരിക്കലും ഒരാളോട് സംസാരിക്കാതെ മുടിപ്പൊതിച്ച് അങ്ങനെ ഇരിക്കുകയൊന്നും ചെയ്യരുത്. കുറച്ച് ദിവസമൊക്കെ അങ്ങനെ പോയാലും പതുക്കെ നമ്മൾ അതിൽ നിന്ന് എഴുന്നേറ്റ് വരണം. വേണമെങ്കിൽ കൗൺസിലിങ്ങിന് പോവാം.
എന്നിട്ട് പതുക്കെ പതുക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, എക്സസൈസ് ചെയ്ത് തുടങ്ങുക. അതായത് എക്സസൈസ് എന്ന് പറയുമ്പം മൈൻഡിനും ഹെൽത്തിനും വേണ്ടി ഫിസിക്കലി മെൻ്റലി ഉള്ള എക്സസൈസാണ് ഉദ്ദേശിച്ചത്. നമുക്ക് മൈൻഡിനെ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുന്നത് ഈ യോഗ മെഡിറ്റേഷനൊക്കെ ചെയ്യാം. വെളുപ്പിനെ എഴുന്നേറ്റ് ശീലിക്കുക. ലേറ്റായിട്ട് എഴുന്നേൽക്കുന്നത് നമ്മളെ ഹെൽത്തിനെ സ്പോയിൽ ചെയ്യാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ. നേരത്തെ കിടന്നുറങ്ങുക, നേരത്തെ എഴുന്നേൽക്കുന്ന വെളുപ്പിനെ എഴുന്നേൽക്കുന്ന ആ ഒരു ശീലം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഒരുപാട് പോസിറ്റിവിറ്റി നമ്മുടെ ലൈഫിൽ കൊണ്ടുവരും. അത് ഞാൻ അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതായത് എഴുന്നേറ്റതെ അടുക്കളയിലോട്ട് ഓടിപ്പോയി പണി ചെയ്യണം, അങ്ങനെ കുറേ റൂൾസുള്ള ചില ഫാമിലീസൊക്കെ ഉണ്ട്. അതായത് രാവിലെ എഴുന്നേൽക്കുന്ന ആ ഒരു സമയം അവനവന് വേണ്ടി കുറച്ച് ടൈം ഒന്ന് സ്പെൻഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം അത് പഴയ ആൾക്കാർക്കൊന്നും അറിയത്തില്ല. അവർ എഴുന്നേറ്റ് അപ്പം തന്നെ അടുക്കളയിൽ പോയി കാപ്പി ഇട്ട് കുടിച്ചു, ആ ഒരു ഇതാണ്. അപ്പം ഇപ്പോഴത്തെ ഒരു ആൾക്കാർക്ക് അവർക്ക് ആഗ്രഹമുണ്ട് ഇങ്ങനെ ലൈഫിലൊക്കെ ചേഞ്ച് ചെയ്യണം. പക്ഷേ പലരും അവരുടെ പേരൻസിൻ്റെ കീഴിലൊക്കെ ആകുമ്പോൾ ആ ഒരു റൂൾസിനനുസരിച്ച് തന്നെ പോകാൻ പറ്റുന്നുള്ളൂ എന്നാണ് പറയുന്നത്. എനിക്കിങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും വീട്ടിലിങ്ങനെ എഴുന്നേറ്റ് അപ്പം തന്നെ അടുക്കളയിൽ ചെല്ലണം, അങ്ങനെ നമുക്കൊരു എഴുന്നേറ്റൊരു 5 മിനിറ്റ് പോലും റൂമിൽ എഴുന്നിട്ടുണ്ടെങ്കിൽ അതവിടെ പ്രശ്നമാണെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പറയുക, എനിക്ക് എഴുന്നേറ്റിട്ട് ഒരു 10 മിനിറ്റ് അതെൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി എനിക്ക് വേണം, എനിക്കത് മെഡിറ്റേഷൻ ചെയ്യാനാണ്, അങ്ങനെ ഒന്ന് പറഞ്ഞോളുക. അല്ലാതെ നമ്മുടെ കാര്യം പറയാൻ വേറെ ആരും വരില്ല. എൻ്റെ കാര്യം എനിക്കേ പറയാൻ പറ്റുള്ളൂ. എൻ്റെ കാര്യം എന്താണ്, എൻ്റെ ആവശ്യം എന്താണ്, എൻ്റെ സിറ്റുവേഷൻസ് എന്താണെന്ന് എനിക്കേ അറിയുള്ളൂ, വേറെ ആർക്കും അറിയത്തില്ല. സോ നിങ്ങളുടെ കാര്യങ്ങൾ ആരോടായാലും പറയാനായിട്ട് പഠിക്കുക. ഓക്കെ, ഇത് ഈ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് വന്ന എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. നമുക്ക് റിക്കവർ ആയാലേ പറ്റുള്ളൂ. അല്ലാതെ എപ്പോഴും ഇങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഒരു ഗ്രോത്തും ഉണ്ടാകത്തില്ല. സോ നമുക്ക് ഗ്രോത്ത് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ സ്റ്റെപ്പ് വെച്ച് തുടങ്ങുക. ആരും എന്തും പറഞ്ഞോട്ടെ, നമ്മൾ എന്തെങ്കിലും എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലും കുറ്റം പറഞ്ഞോട്ടെ. പറയുന്നവർ, ഞാൻ പറഞ്ഞല്ലോ, കുറ്റം പറയുന്നവരും പരദൂഷണം പറയുന്നവരും അത് പറഞ്ഞു തന്നെ ശീലിക്കുള്ളൂ. അവരുടെ ശീലം അതാണ്, അതൊരിക്കലും മാറത്തില്ല. അവരെ നമുക്ക് മാറ്റാനും സാധിക്കില്ല. അപ്പം നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ ചെയ്ത് തുടങ്ങുക. പറയുന്നവർ പറഞ്ഞോട്ടെ. ആൻഡ് ഈ ഒരു ലിസ്റ്റിൽ എഴുതേണ്ടത് നമുക്ക് എല്ലാ കാര്യങ്ങളും എഴുതാൻ പറ്റും. പക്ഷേ ഫസ്റ്റ് നമ്മൾ നമ്മുടെ പേഴ്സണൽ ഒരു ഗ്രോത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ എഴുതുക. അതായത് നമ്മൾ മെൻ്റലി ഫിറ്റ് ആവണം, നമ്മൾ മെൻ്റലി നമ്മുടെ വിഷമങ്ങളൊക്കെ മാറി നമ്മൾ ക്യൂർ ആവണം, ഓക്കെ ആവണം അല്ലേ? അപ്പോഴാണ് നമുക്ക് നമ്മുടെ മൈൻഡും ശരീരവും ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓടി നടന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മുടെ മൈൻഡ് ഒട്ടും ഓക്കെ അല്ല, അപ്പോൾ ആദ്യമേ കയറി ആ സാധനങ്ങൾ വേണം ഈ സാധനങ്ങൾ വേണം എന്നുള്ളത് നമ്മൾ എഴുതുന്നുണ്ട്. നമുക്ക് ആദ്യമേ എഴുതി തുടങ്ങാം. എനിക്ക് എൻ്റെ ആരോഗ്യത്തിന് നന്ദി എന്നുള്ള എഴുതുക, എൻ്റെ സൗന്ദര്യത്തിന് നന്ദി എന്നുള്ള എഴുതുക, എൻ്റെ മുടിക്ക് നന്ദി എന്നുള്ള എഴുതുക, എനിക്ക് സമാധാനം തരുന്നതിന് നന്ദി എന്ന് പറയുക, എനിക്ക് ചിരിക്കാൻ സാധിക്കുന്നതിന് നന്ദി എന്ന് പറയുക. ഇതൊക്കെ ഇങ്ങനെ, അതായത് ഇതൊക്കെ പേഴ്സണലി ഉള്ള കാര്യങ്ങളാണല്ലോ, നമ്മളുടെ ഹെൽത്തിനോടും മൈൻഡിനും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഇതൊക്കെ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുക, അഫർമേഷൻസ് എഴുതി തുടങ്ങുക. നമ്മൾ പതുക്കെ ഓക്കെ ആവും. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പേഴ്സണലി നമുക്ക് ഫിറ്റ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനോ അച്ചീവ് ചെയ്യാനോ എന്തെങ്കിലും ഇറങ്ങി ചെയ്യാനോ ഒക്കെ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യമേ ഈ ഒരു കാര്യങ്ങൾ ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പം മെൻ്റലി നമ്മൾ ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ധൈര്യമായിട്ട് ചെയ്ത് തുടങ്ങാൻ പറ്റും. ഇത് ഉറപ്പായിട്ടുള്ളത്. നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്ത് തുടങ്ങുക, മടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു കാര്യങ്ങളും നടക്കത്തില്ല. കുറ്റം പറയുന്നവരെ നമ്മൾ മൈൻഡ് ചെയ്യേ വേണ്ട. എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് നേരത്തെ എഴുന്നേക്കണം കേട്ടോ. എന്തായാലും ഒരു 5 o'clock എഴുന്നേക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. ബ്യൂട്ടിഫുൾ മോർണിംഗ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ബ്യൂട്ടിഫുൾ മോർണിംഗ് നമുക്ക് അത് ഏറ്റവും ഒരു ഗിഫ്റ്റ് പോലെ നമ്മളത് എടുക്കുക. ആ ഒരു സമയത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ ഇറങ്ങി ഒന്ന് ആ ഒരു എയർ, ഫ്രഷ് എയർ ബ്രീത്ത് ചെയ്യണം. ആ ഒരു എയർ നന്നായിട്ട് ബ്രീത്ത് ചെയ്തിട്ട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വോക്ക് പറയുക. ആ സമയത്ത് നിങ്ങൾ എന്ത് അഫർമേഷൻസ് പറയുന്നോ അത് ഹൃദയത്തിൽ കൈവച്ച് തന്നെ ആ ഒരു അഫർമേഷൻസ് പറയുക. എഴുതണം കേട്ടോ, എഴുതണം. വെറുതെ ഇരുന്നാൽ പോലെ എഴുതണം. എഴുതിയിട്ട് നന്ദി പറയുക. നന്ദി എന്ന് പറയുക. 3 തവണ പറയുക. നമ്മൾ എത്രത്തോളം നന്ദിയുള്ളവരാണോ അത്രത്തോളം ബ്ലെസ്സിങ്സ് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ തരുന്ന കാര്യങ്ങൾക്കൊന്നും നന്ദിയില്ലെങ്കിൽ, നമ്മൾ നന്ദി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഉള്ളതും കൂടി തിരിച്ചെടുക്കപ്പെടും എന്നുള്ളതാണ് പറയുന്നത്. സോ എല്ലാത്തിനും നന്ദി പറയുക. എല്ലാത്തിനും നന്ദിയുള്ളവരാകുക. എല്ലാത്തിനും നന്ദി പറയുക. സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് തന്നെ നന്ദി പറയുക. എപ്പോഴും എല്ലാത്തിനോടും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം കേട്ടോ. നമുക്ക് ഇപ്പോൾ പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എൻ്റെ കടങ്ങൾ തീർത്ത് തരണമെന്ന് പറയരുത്. എനിക്ക് ധാരാളം ധനം ഉണ്ടാകുന്നതിന് നന്ദി.
അങ്ങനെ പറയുക, അങ്ങനെ തന്നെ പറഞ്ഞ് ശീലിക്കുക. നമുക്ക് നെഗറ്റീവ് വാക്കുകൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പം അല്ലെങ്കിൽ അഫർമേഷൻ്റെ ആ ഒരു സമയത്ത് ഈ ഒരു നെഗറ്റീവ് വേർഡ്സ് ഒന്നുപോലും വരാൻ പാടില്ല. അസുഖങ്ങൾ മാറ്റിത്തരണം, തലവേദന മാറ്റിത്തരണം എന്നല്ല, എൻ്റെ ആരോഗ്യത്തിന് നന്ദി, എനിക്ക് നല്ല ആരോഗ്യം തന്നതിന് നന്ദി, അങ്ങനെ തന്നെ പറയുക കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് വന്ന ആൾക്കാരൊക്കെ ഈ ഒരു രീതിയിൽ ചെയ്യുക. അതായത് പേഴ്സണലി നമുക്ക് റെഡിയായി കിട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ അത് ആദ്യമേ ചെയ്ത് തുടങ്ങുക. അവിടെ റെഡി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അടുത്ത ഒരു ഇൻ്റർവ്യൂവിന് പോകാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നത് കേട്ടോ. നമുക്കൊരു ജോലി മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, അങ്ങനെയുള്ള നമുക്ക് ഈ ഒരു മെത്തേഡ് എല്ലായിടത്തും അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. പക്ഷേ എല്ലാത്തിൻ്റെ ഒരു നമ്മളത് ഫീൽ ചെയ്യണം, നമ്മുടെ മൈൻഡിലാണെല്ലാം നമ്മളത് ഫീൽ ചെയ്യണം. നമ്മൾ എത്രത്തോളം അതിനെ ഉൾക്കൊള്ളുന്നു, നമ്മുടെ മനസ്സിലേക്ക് അത് ഉൾക്കൊള്ളുന്നു എന്നുള്ളതിനെയാണ് ഏറ്റവും അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സോ വേറെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ എപ്പോൾ വന്നാലും അതിനെ ക്യാൻസൽ ചെയ്തങ്ങ് വിടുക. നമുക്കത് വേണ്ട, നമുക്ക് ആവശ്യമില്ല. നമ്മൾ നെഗറ്റീവ് ചിന്ത ഒന്ന് വിചാരിച്ചാൽ അത് വരെ 2, 3, 4 അത് വർദ്ധിച്ചു പോകും. പിന്നെ നമ്മൾ ആ നെഗറ്റിവിറ്റി ഫുൾ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ ലൈഫിൽ അട്രാക്റ്റ് ആവുന്നതും സംഭവിക്കുന്നതും. സോ നമുക്കതിൻ്റെ ആവശ്യമില്ല. കുറേയൊക്കെ നെഗറ്റീവുകൾ അനുഭവിച്ചു, കരഞ്ഞു, വിഷമിച്ചു, അതൊക്കെ ചെയ്തല്ലോ. ഇനിയും നമ്മളത് ചിന്തിച്ചിരുന്നാൽ വീണ്ടും നമ്മുടെ ലൈഫിനെ നെഗറ്റീവ് ആക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മുടെ കയ്യിലാണ് അതൊക്കെ, അല്ലേ? നമ്മുടെ കയ്യിലാണ് നമ്മുടെ ലൈഫ്. നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതിനെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യുക. ഒരു വീട് നമ്മൾ വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മളത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ് അതിനെക്കുറിച്ച് ആലോചിച്ച് വരച്ച് ആർക്കിടെക്റ്റിനെ കണ്ട് പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്ത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, അല്ലേ? ഒരു വീടിന് വേണ്ടി അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ലേ? എന്തുകൊണ്ടാണ്? നമ്മുടെ ഒരു ഡ്രീം ഹൗസ് ആയതുകൊണ്ടാണ്, അല്ലേ? ഡ്രീം ഹോമാണത്. നമ്മൾ ആഗ്രഹിച്ച് സ്വപ്നം കണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഡ്രീം ഹോം, അല്ലേ? അത്രയും സ്വപ്നമാണ് അതിനകത്ത് മൊത്തം. അപ്പം അതിലും ഇമ്പോർട്ടൻസ് കൊടുക്കണം നമ്മളെക്കുറിച്ച്, ഞാൻ എന്ന വ്യക്തിയെക്കുറിച്ച്. ആ ഒരു വീട് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണോ അതിലും ബ്യൂട്ടിഫുള്ളി നമ്മളെ ഡിസൈൻ ചെയ്യണം. നമുക്കതിന് പറ്റും. നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കാത്തത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ബ്ലോക്കുകളൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ടാണ് നമുക്കതിന് പറ്റാത്തത്. നമുക്ക് എപ്പോഴും നമ്മളെക്കുറിച്ച് ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഡിസൈൻസ് ഉണ്ടാവണം, ബ്യൂട്ടിഫുൾ പ്ലാനിങ്സ് ഉണ്ടാവണം. ആ പ്ലാനിങ്സ് അത് നമ്മളുടേത് മാത്രമായിരിക്കണം. അത് നമ്മൾ മോശമായിട്ട് അതാവണം അങ്ങനെയൊന്നുമല്ല. നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ അടിപൊളിയാക്കണം. നമുക്ക് നമ്മൾ ആഗ്രഹിച്ചതുപോലെ നല്ലൊരു ജീവിതം ഉണ്ടാവണം, ഹാപ്പിനെസ് ഉണ്ടാവണം, സമാധാനം ഉണ്ടാവണം, നല്ലൊരു ഫാമിലി, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ മനോഹരമായിട്ടുള്ളതൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും നമ്മുടെ ലൈഫിൽ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് വന്നു പോകും, അത് മനുഷ്യ സഹജമാണ്. പക്ഷേ അതിനെ നമുക്ക് ഡീൽ ചെയ്യാനായിട്ടുള്ള ഒരു സ്ട്രെങ്ത്, നമുക്കതിനെയൊക്കെ സ്ട്രോങ് ആയിട്ട് ഫേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രെങ്ത് അത് നമുക്ക് കിട്ടും ഈ ഒരു മെഡിറ്റേഷനൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യുമ്പോൾ, നല്ല പോസിറ്റീവായിട്ട് ഇരിക്കുമ്പോൾ. അപ്പോൾ എപ്പോഴും അവനവനെക്കുറിച്ച് പ്ലാൻ ചെയ്യുക. നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ എനിക്ക് എൻ്റെ കാര്യങ്ങൾ എൻ്റെ ഒരു എല്ലാ കാര്യങ്ങളും, അതായത് ഇപ്പോൾ നമുക്ക് നമ്മുടെ ഹെയറിനെ കുറിച്ച്, നമ്മുടെ സ്കിന്നിനെ കുറിച്ച്, നമ്മുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ച്, ഈവൻ നമ്മുടെ നാളത്തെ ദിവസം എന്താണ്, എങ്ങനെയായിരിക്കണം, എന്തൊക്കെ ചെയ്യണം, എന്ത് കാര്യങ്ങളാണ്, എല്ലാം നമുക്ക് പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്ത് അതുപോലെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ട്രൈ ചെയ്ത് നോക്കാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അല്ലാത്ത വലിയ ഓരോ കാര്യങ്ങളൊക്കെ വീട് പ്ലാൻ ചെയ്യുന്ന നമ്മുടെ സ്വപ്ന ഭവനമാണത്. അതുപോലെ സ്വപ്നത്തിലുണ്ടാവാൻ എൻ്റെ സ്വപ്നം, ഞാനെന്ന സ്വപ്നം അതുണ്ടാവണം എപ്പോഴും, അല്ല? ഞാനെന്ന സ്വപ്നം എന്നെ നമ്മൾക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും, ബ്യൂട്ടിഫുള്ളി ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇന്ന് ബ്യൂട്ടിഫുള്ളി നിങ്ങൾ ഡിസൈൻ ചെയ്ത് തുടങ്ങുക. നിങ്ങൾ എങ്ങനെയായിരിക്കണം, അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് എനിക്ക് എന്നെ ഡിസൈൻ ചെയ്യാൻ പറ്റുമായിരുന്നോ എന്നുള്ളത്. ആ ഡിസൈനിങ്ങിൽ നിങ്ങൾക്ക് ആഗ്രഹമുള്ള, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ആഗ്രഹമുള്ള കാര്യങ്ങൾ അത് സാധിക്കും എന്ന് തന്നെ വിചാരിക്കുക. ആൻഡ് അത് ഫീൽ ചെയ്യുക. ഫീൽ ഇറ്റ്, ഓൾവേസ് ഫീൽ ഇറ്റ്. ഓക്കെ, അത് ബ്യൂട്ടിഫുള്ളി ഹാപ്പിലി ഫീൽ ചെയ്ത് എഴുതുക. ആൻഡ് എപ്പോഴും അത് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കത് കിട്ടി എന്നുള്ളത്. ഇപ്പോൾ ഡ്രൈവിങ് പഠിക്കണം എന്നാണെന്നുണ്ടെങ്കിൽ ഡ്രൈവ് ചെയ്യുന്നത് സന്തോഷമായിട്ട് മക്കളെയൊക്കെ വെച്ച്, അല്ലെങ്കിൽ ആരെയാണോ നിങ്ങളുടെ ലവറിനെ വെച്ചിട്ട്, ഹസ്ബൻഡിനെ വെച്ചിട്ടൊക്കെ ഡ്രൈവ് ചെയ്യുന്നത് ഇമാജിൻ ചെയ്യുക. അത് ഫീൽ ചെയ്യണം. വണ്ടി ഓടിച്ചിട്ട് എവിടെയെങ്കിലൊക്കെ പോകുന്നത് അതൊക്കെ ഫീൽ ചെയ്യുക, സ്വപ്നം കാണുക, വിഷ്വലൈസ് ചെയ്യുക. ആൻഡ് ഫൈനലി യു ക്യാൻ മാനിഫെസ്റ്റ് ഇറ്റ്. ഓക്കെ, പ്ലീസ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ചെയ്യുന്നു.